അനിയത്തിയാണെങ്കിൽ ടിഷ്യൂ പേപ്പർ കൊണ്ടുവന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു, ചേട്ടാ ഇത് വെച്ചൊരു പൂ ഉണ്ടാക്കി തരാൻ പറ്റുമോ? ഗൈസ് പിന്നെ ഇത് വെച്ച് ഞാനെങ്ങനെ പൂ ഉണ്ടാക്കാന്? ഈ ഒരു വീട്ടിലാണെങ്കിൽ ടിഷ്യൂ പേപ്പർ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ച് വെള്ളത്തിൽ മുക്കി ഗ്ലാസ് വെച്ച് കിടിലൊരു പൂ ഉണ്ടാക്കി എടുക്കുന്നു. ഗൈസ് ഇപ്പൊ സാധനം വെറൈറ്റി ആയിട്ടില്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഗൈസ് നമ്മളെ പൂ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന് കുറച്ച് ടിഷ്യൂ പേപ്പർ എടുക്കാം. അപ്പൊ നമ്മളെ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ അടുക്കി നമുക്ക് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ടിഷ്യൂ പേപ്പർ നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് മടക്കി വെച്ചാൽ 2 സർക്കിൾ കട്ട് ചെയ്തെടുക്കാം. ഗൈസ് ഇപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇത് ലൈക്ക് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളെ 2 വട്ടം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അറ്റത്ത് നമുക്ക് കളർ അടിച്ചു കൊടുക്കാം. അപ്പൊ ഇനി ഇതിന്റെ അറ്റത്ത് നമുക്ക് എന്റെ ഫേവറേറ്റ് കളർ ആയിട്ടുള്ള ചോപ്പ് അടിച്ചു കൊടുക്കാം. ഗൈസ് ഇപ്പൊ നിങ്ങളെ ഫേവറേറ്റ് കളർ ഏതാണെന്ന് കമന്റ് ചെയ്യട്ടാ. അപ്പൊ നമുക്ക് മൊത്തത്തിൽ ചോപ്പ് അടിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ നമ്മൾ കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ടിഷ്യൂ പേപ്പർ നമ്മളെ മഞ്ഞ നമുക്ക് അടിച്ചു കൊടുക്കാം. നമ്മൾ ഈ സർക്കിളിന്റെ അറ്റഭാഗം നമുക്ക് വെള്ളത്തിൽ മുക്കി എടുക്കാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളെ 2 ടിഷ്യൂ പേപ്പർ നമ്മൾ വെള്ളത്തിൽ നനച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഓരോ ടിഷ്യൂ പേപ്പർ എടുത്ത ശേഷം നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലോട്ട് അടുക്കി വെച്ച് നമ്മളെ പൂ ഉണ്ടാക്കി എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ടിഷ്യൂ പേപ്പർ നമ്മൾ വെച്ച് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എടുത്ത് നോക്കാം നമ്മളെ പൂ ആയോ ഇല്ലേ നോക്കാം. എന്റെ മോനെ ഗൈസ്, അപ്പൊ നോക്കേ കറക്റ്റ് റോസാപ്പൂലില്ലേ ഗൈസ്. ഇനി ഇതുകൊണ്ട് നമ്മൾ അനിയത്തി കളിച്ചിട്ടുണ്ട്. അമ്മൂസേ എന്നാ എങ്ങനെയുണ്ട്?